നമ്മളെല്ലാവരും ഇപ്പം സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു കുട്ടി ആ കുട്ടീൻ്റെ വീട്ടിൽ കാര്യങ്ങളൊക്കെ നോക്കുന്നു, അച്ഛനും അമ്മയും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ കൂടപ്പിറപ്പിനെ നോക്കുന്നു, വീട്ടിലെ പൈസയ്ക്കുള്ള സാഹചര്യത്തിനായിട്ട് ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ നോക്കുന്നു. അങ്ങനെ ആ വീട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് ഈ കുട്ടിയാണ്. അത് ഈ സിനിമയിലൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുക? ഓ, എന്ത് നല്ല കുട്ടി, റെസ്പോൺസിബിലിറ്റീസൊക്കെ ഏറ്റെടുത്ത് ആ വീടിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്ന് ഭയങ്കര പോസിറ്റീവായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. പക്ഷേ നമുക്കൊരു നിമിഷം എടുത്ത് ആ കുട്ടീൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് ചിന്തിച്ചാൽ എങ്ങനെയുണ്ടാവും? ആ കുട്ടി എൻജോയ് ചെയ്യേണ്ട ഒരു സമയമാണ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. പക്ഷേ ആ കുട്ടിക്ക് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ആ കുട്ടി നോർമലി ഓരോ സ്റ്റേജും ഇങ്ങനെ കടന്നു പോയി ഗെയിൻ ചെയ്യേണ്ട ഒരു മെച്ചോറിറ്റി ലെവലുണ്ട്. പക്ഷേ ആ കുട്ടി ഫോഴ്സ് ചെയ്യപ്പെടുകയാണ്. കുഞ്ഞിലേ തന്നെ ആ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുക, വളരെയധികം മെച്യോറായിട്ടൊരു അഡൾട്ടിനെ പോലെ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നതൊക്കെ. ഇതിനെയാണ് പേരൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. இந்த தென்காசி பட்டணத்துல முதலா 2 சின்ன பிள்ளைங்க பிசினஸ் ஆரம்பிச்சிருக்காங்க. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അറിയാൻ പോകുന്നത് എന്താണ് പേരൻറ്റിഫിക്കേഷൻ, ഇതിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണ്, ഇതൊരാളുടെ ചൈൽഡ്ഹുഡിനെയും അഡൾട്ട്ഹുഡിനെയും എങ്ങനെയാണ് ബാധിക്കുക, ഈ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഒരു ഫാമിലിയിൽ കുറച്ച് ചെറിയ റെസ്പോൺസിബിലിറ്റീസൊക്കെ കുട്ടികൾക്ക് കൊടുക്കുക, അവർ ആ കാര്യങ്ങളും ടാസ്കും ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക, അത് അവരുടെ ഡെവലപ്മെൻറ്റിനും നല്ലൊരു കാര്യം തന്നെയാണ്. കുട്ടികളൊന്നും തന്നെ ചെയ്യാൻ പാടില്ല, അവർ പഠിക്കുകയും കളിക്കുകയും മാത്രം ചെയ്യണം എന്നല്ല ഉള്ളത്. പക്ഷേ ഈ പേരൻറ്റിഫിക്കേഷനിൽ ആ ഒരു ലൈൻ ക്രോസ് ചെയ്യപ്പെടുകയാണ്. ആ കുട്ടിക്ക് എടുത്താൽ പൊങ്ങാത്ത അത്ര റെസ്പോൺസിബിലിറ്റീസ് ഒറ്റയടിക്ക് എടുക്കേണ്ടി വരിക. ആ കുട്ടീൻ്റെ ചൈൽഡ്ഹുഡ് തന്നെ ആ ഒരു പീരീഡിനെ ഒരു രീതിയിലും ആ കുട്ടീൻ്റെ ഇന്നസെൻസിനെ എക്സ്പ്ലോർ ചെയ്ത് എൻജോയ് ചെയ്ത് പീസ്ഫുള്ളായിട്ടിരിക്കാൻ അങ്ങനത്തെ ഒരു സാഹചര്യം തന്നെ ഇല്ലാതെ ഈ വലിയ റെസ്പോൺസിബിലിറ്റീസ് ആ കുട്ടിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഏറ്റെടുക്കേണ്ടി വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. പേരൻറ്റിഫിക്കേഷന് 2 ടൈപ്പ് ഉണ്ട്. അതിലാദ്യത്തേതാണ് ഇമോഷണൽ പേരൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ കുട്ടി ഒരു പേരൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു കൂടപ്പിറപ്പിൻ്റെയോ ഒരു ഇമോഷണൽ സപ്പോർട്ട് സിസ്റ്റമായി മാറുകയാണ്. ലൈക്ക് അവർക്ക് എന്ത് വറീസ് ഉണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ കുട്ടീൻ്റെ അടുത്ത് വന്നാണ് അവരതൊക്കെ ഇങ്ങനെ വെൻറ്റ് ഔട്ട് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും പറയുന്നതും. അപ്പോൾ ആ കുട്ടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടും അപ്പുറത്തെ ലെവലിലെ ഒരു ഒരു ഇമോഷണൽ ബേർഡൻ പോലത്തെ ഒരു സ്റ്റേറ്റിലെത്തുകയാണ് ഈ കാര്യങ്ങൾ കേട്ട്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 2 പേരൻസ് തമ്മിൽ വഴക്ക് നടക്കുകയാണ്. എന്നിട്ട് ഓരോ പേരൻറ്റ് വന്നിട്ട് മറ്റേ പേരൻറ്റിനെ കുറിച്ചുള്ള കുറ്റം ഈ കുട്ടീൻ്റെ അടുത്താണ് വന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടി ഇരുന്നതൊക്കെ കേട്ടിട്ട് ആ കുട്ടിക്ക് തോന്നുകയാണ്, ഞാനല്ലേ ഇനി ഇവർ തമ്മിലുള്ള വഴക്ക് തീർക്കേണ്ട ഒരാൾ എന്ന് പറഞ്ഞ ആ ഒരു റെസ്പോൺസിബിലിറ്റി കുട്ടി പോലും അറിയാതെ കുട്ടി ഏറ്റെടുക്കുകയാണ്. ഇവർ ഈ വന്ന് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനോ പ്രോസസ്സ് ചെയ്യാനോ ഈ സിറ്റുവേഷനെ എങ്ങനെയാണ് പ്രോപ്പർലി ഹാൻഡിൽ ചെയ്യേണ്ടത് ഇതൊന്നും തന്നെ ആ കുട്ടിക്ക് അറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ആ കുട്ടി ഫോഴ്സ്ഫുള്ളി ആ കുട്ടിക്ക് ഇത് ഹാൻഡിൽ ചെയ്തേ പറ്റൂ എന്നൊരു റെസ്പോൺസിബിലിറ്റി ആ കുട്ടിക്ക് കൊണ്ട് നടക്കേണ്ടി വരികയാണ്. ഇതൊക്കെ ഇപ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ എന്താ തോന്നുക? ഈ കുട്ടി എന്ത് മെച്യോറാണ്, പ്രായത്തിനപ്പുറത്തുള്ള പക്വത ഈ കുട്ടിയിലുണ്ട്, നമ്മളുടെ എന്ത് പ്രശ്നം പറഞ്ഞാലും എൻ്റെ മോനോ എല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് ഈ പേരൻറ്റിനും തോന്നാം, വേറുള്ളവർക്കും തോന്നാം. പക്ഷേ ഇൻ റിയാലിറ്റി ഈ കാര്യങ്ങളൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ ഈ കുട്ടീൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ ഈ കുട്ടിക്കത് ഇമോഷണൽ ബേർഡൻ തന്നെയാണ്. കുട്ടിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള ചാൻസസും അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈപ്പ് പേരൻറ്റിഫിക്കേഷനാണ് ഇൻസ്ട്രുമെൻ്റൽ പേരൻറ്റിഫിക്കേഷൻ. ഇതിൽ സംഭവിക്കുന്നത് ഒരു അഡൾട്ടിനെ പോലെ പ്രാക്ടിക്കലി ഒരു വീട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ എന്തൊക്കെ ടാസ്ക് ചെയ്യണോ ഫിസിക്കലി അതൊക്കെ ആ കുട്ടി ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ്. ഫോർ എക്സാമ്പിൾ ഫിനാൻസ് മാനേജ് ചെയ്യുക, കുക്കിംഗ് ചെയ്യുക, ക്ലീനിങ് ചെയ്യുക, ഇളയ കുട്ടികളെ നോക്കുക, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഈ കുട്ടി ചെയ്യാനായിട്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഈ കുട്ടിയാണ് ചെയ്യേണ്ടത്. പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന മാധവൻകുട്ടി എന്ന കൊച്ചു പയ്യന്റെ കയ്യിൽ ഈ നിൽക്കുന്ന അമ്പിളിയെ പ്രസവിച്ചിട്ടിട്ട് നിങ്ങളുടെ അമ്മ പോയില്ലേ അന്ന്? അതിനു മുമ്പ് നിങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിങ്ങളുടെ അച്ഛൻ പടിയിറങ്ങി പോയില്ലേ അന്ന്? ഇപ്പം നമ്മൾ ഈ കേട്ട് ഈ പേരൻറ്റിഫിക്കേഷൻ അതിപ്പം ഇൻസ്ട്രുമെൻ്റൽ ആയാലും അതേപോലെ ഇമോഷണൽ ആയാലും ഏതായാലും അത് ഈ കുട്ടികളിൽ നിന്നും അവരുടെ മനോഹരമായ ബാല്യം കവർന്നെടുക്കുകയാണ് ചെയ്യുന്നത്. പണയം വെച്ച് അച്ഛൻ വാങ്ങിയ കടം പെരുകി ഒടുവിൽ ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വരുന്നു വന്നപ്പോ 12ാമത്തെ വയസ്സില് മാധവൻ കള്ളനായി.
പേരൻറ്റിഫിക്കേഷൻ ചെയ്യേണ്ടി വരുന്നത് കുട്ടികൾക്ക് ഫാമിലിയിൽ വളരെയധികം ഒരു സ്ട്രെസ്സോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റെബിലിറ്റിയോ ഉണ്ടാകുമ്പോഴാണ്. അത് ചിലപ്പോൾ ഉണ്ടാവുന്നത് അവരുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് കാരണമായിരിക്കാം, പേരൻസ് ഇല്ലാതാവുന്ന ഒരു അവസ്ഥ കാരണമായിരിക്കാം, ഈ പേരൻസിൽ നിന്നും ഒരാൾക്ക് ഒരു മെൻ്റൽ ഇൽനെസ് ഉണ്ടായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ നീഡ്സ് വേണ്ട ആളായിരിക്കാം, പേരൻസ് തമ്മിൽ എപ്പോഴും അടിയും വഴക്കും ബഹളവും ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അവർ ഡിവോഴ്സ്ഡ് ആവാനായിട്ട് അവർ ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ഈ പേരൻസിൽ നിന്നും ഒരാൾ ഇപ്പം എഡിക്ഷൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഇതുപോലത്തെ പല കാരണങ്ങൾ കാരണം ഈ ഫാമിലിയിൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവുകയും ഈ കുട്ടീൻ്റെ ലൈഫിൽ പേരൻറ്റിഫിക്കേഷൻ സംഭവിക്കുകയും ചെയ്യുകയാണ്. അച്ഛൻ്റെ മരണശേഷം സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഇടയ്ക്ക് വെച്ചിട്ട് പഠിത്തം നിർത്തി കൃഷിപ്പണി ചെയ്യേണ്ടി വന്നപ്പോൾ പേരൻറ്റിഫിക്കേഷൻ സംഭവിക്കാൻ സാധ്യതയുള്ള പല സിറ്റുവേഷൻസും നമ്മൾ കേട്ടു. ഇതിലൊക്കെ കുട്ടിക്കൊരു ചോയ്സ് ഇല്ല, കുട്ടി നിർബന്ധിതനാവുകയാണ് ഒരു പേരൻറ്റിൻ്റെ എല്ലാ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാനായിട്ട്. ചില സിറ്റുവേഷൻസ് ഇപ്പം നമ്മൾ കേട്ടതിൽ വേറെ ഒരു മാർഗവുമില്ല, കുട്ടിക്ക് എടുക്കേണ്ടി വരികയാണ്, എന്തായാലും എടുത്തേ പറ്റൂ എന്ന രീതിയിൽ എത്തുകയാണ് കാര്യങ്ങൾ. പക്ഷെ അതേ സമയത്ത് പേരൻറ്റിഫിക്കേഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 2 പേരൻസ് വന്ന് ഈ കുട്ടീൻ്റെ അടുത്ത് അവരുടെ ബുദ്ധിമുട്ടുകൾ ഈ കുട്ടീൻ്റെ അടുത്ത് വന്ന് ഷെയർ ചെയ്യുന്നതിന് പകരം അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അവർ തമ്മിൽ പ്രോപ്പർലി ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർ തമ്മിലുള്ള വഴക്ക് തീർക്കുക, അല്ലെങ്കിൽ അവർക്ക് പറ്റുന്നില്ലെങ്കിൽ അവരൊരു പ്രോപ്പറായിട്ട് ഒരു കപ്പിൾ തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് പോവുക. ഇതിന് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് പറ്റും. ഇപ്പം നമുക്ക് ഈ പേരൻറ്റിഫിക്കേഷൻ ഒറ്റ നോട്ടത്തിൽ പുറമേ നിന്ന് നോക്കുമ്പോൾ എന്താണ് തോന്നുക, ഈ കുട്ടി എത്ര നന്നായിട്ടാണ് റെസ്പോൺസിബിലിറ്റീസ് ഹാൻഡിൽ ചെയ്യുന്നത്, ഇത്രയും പെട്ടെന്ന് തന്നെ എല്ലാം പഠിച്ചെടുക്കുന്നല്ലോ എന്നാണ് തോന്നുക. പക്ഷേ ഇൻ റിയാലിറ്റി ഇത് കുറച്ചും കൂടെ കോംപ്ലക്സും ഈ കുട്ടിക്ക് ഡാമേജിങ്ങുമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ചൈൽഡ്ഹുഡിൽ ഈ പേരൻറ്റിഫിക്കേഷൻ കുട്ടിയെ എങ്ങനെയാണ് ബാധിക്കുക എന്ന് ഓരോന്നായിട്ട് നോക്കാം. അതിൽ ആദ്യത്തെ കാര്യമാണ് ഇമോഷണൽ സപ്രഷൻ. ഈ കുട്ടി സ്വന്തമായിട്ടുള്ള നീഡ്സ് ആൻഡ് ഡിസയേഴ്സ്, എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ ഇതൊക്കെ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. അടുത്തൊരു കാര്യമാണ് ലോസ് ഓഫ് ചൈൽഡ്ഹുഡ്. ഈ കുട്ടി കളിക്കുകയും ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുകയും പ്രോപ്പറായിട്ട് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് നടക്കേണ്ട ഒരു ഫേസ് അത് മൊത്തത്തിൽ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ആ കുട്ടിക്ക് എന്താണ് ഇഷ്ടം, എന്തിഷ്ടമല്ല, ഇൻട്രസ്റ്റ് എന്താണ്, ഇതൊന്നും തന്നെ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു സ്പേസ് കിട്ടുന്നില്ല. അടുത്തൊരു കാര്യമാണ് ഈ കുട്ടീൻ്റെ ഉള്ളിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഗിൽറ്റും പ്രഷറും ബിൽഡാവുകയാണ്. ഗിൽറ്റ് എന്തിനാന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കുട്ടി ചെയ്യുന്നത് ഇനഫാണോ, ഇനിയും എഫേർട്സ് ഇടണോ എന്ന രീതിയിൽ എപ്പോഴും ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. അതേ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ, എൻ്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിക്കുമോ എന്ന പേടി എപ്പോഴും ഈ കുട്ടീൻ്റെ ഉള്ളിൽ കിടക്കും. ഈ പേരൻറ്റിഫിക്കേഷൻ കാരണം ഈ കുട്ടി അഡൾട്ട്ഹുഡിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അപ്പോഴും ഫേസ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. കുഞ്ഞുനാളിൽ കുട്ടികൾ ഫേസ് ചെയ്തിരുന്ന ഈ ഇഷ്യൂസൊക്കെ തന്നെയും അവർ അഡൾട്ട്ഹുഡിലേക്ക് പോകുമ്പോഴും കൂടെ കൊണ്ടുപോവുകയാണ് ചെയ്യുക. അതിനപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ അവരുടെ ഓരോ ലൈഫിൻ്റെ ഏരിയാസിലും ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, അവർ റിലേഷൻഷിപ്സിൽ അവർക്ക് പ്രശ്നങ്ങളുണ്ടാവും, അവരുടെ സ്വന്തം വെൽബീയിങ്ങിൽ പ്രശ്നങ്ങളുണ്ടാവും, അവരുടെ പേഴ്സണാലിറ്റീനെയും മെൻ്റൽ ഹെൽത്തിനെയും ഒക്കെ തന്നെ അത് ബാധിക്കുകയാണ് ചെയ്യുന്നത്. പേരൻറ്റിഫിക്കേഷൻ കാരണം അഡൾട്ട്ഹുഡിൽ കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസിൽ ആദ്യത്തേതാണ് പെർഫെക്ഷനിസവും ബേൺ ഔട്ടും. ഇവർ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം എന്നുള്ളൊരു ഒരു നിർബന്ധ ബുദ്ധി അവരിലുണ്ടാവാം. ആൻഡ് അത് കാരണം അവർ എടുക്കാൻ പറ്റുന്നതിന് അപ്പുറത്തേക്കുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഏറ്റെടുക്കും. ആൻഡ് അത് കാരണമാണ് അവർക്ക് ബേൺ ഔട്ട് ഉണ്ടാവുക. പിന്നെ ഒരു കാര്യമാണ്, അവർക്ക് എപ്പോഴും ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൾട്ടായിട്ടുള്ള കാര്യമായിരിക്കും. കാരണം അവർ കുഞ്ഞുനാൾ തൊട്ടേ കണ്ടീഷൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് അവരുടെ നീഡ്സ് ആൻഡ് ഡിസയേഴ്സിനെക്കാട്ടും അവർ പ്രയോറിറ്റി കൊടുക്കുക വേറുള്ളവരുടെ കാര്യത്തിനും വെൽബീയിങ്ങിനും ഒക്കെയാണ്. അപ്പം വലുതായതിനു ശേഷം അവരുടെ ഈ ഒരു ടെൻഡൻസി മാറുന്നില്ല. ഇതൊരു ഇഷ്യൂ ആണ് ലോ സെൽഫ് വർത്ത്. അതിന് കാരണം എന്റെ ഒരു കണക്കില്ല, എന്റെ അധ്വാനത്തിന് കണക്കില്ല, എന്റെ ജീവിതത്തിന് കണക്കില്ല. അവർ കുഞ്ഞുനാൾ തൊട്ട് എന്താണ് ചെയ്യുന്നത്, അവരുടെ പ്രിയപ്പെട്ടവരുടെ കംഫേർട്ട്, അവരുടെ സന്തോഷം, വെൽബീയിങ്, അതിനായിട്ടൊക്കെയാണ് അവർ കാര്യങ്ങൾ ഓരോന്നും ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ അവിടെ ഒരു സെൽഫ് ലവിനായിട്ടോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഒരു സ്പേസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി അല്ലാതെ ഒരു നിമിഷം അയാൾ ജീവിച്ചിട്ടുണ്ടോ? അയാൾക്കൊരു ഭാര്യ വേണം, കുടുംബം വേണം, കുട്ടികൾ വേണം എന്നൊരിക്കലെങ്കിലും അയാൾ ചിന്തിച്ചിട്ടുണ്ടോ?
അടുത്തൊരു ഇഷ്യൂ ആണ് റിലേഷൻഷിപ്സിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക എന്നത്. ലൈക്ക് ഇവരൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലേക്ക് കടക്കുമ്പോൾ അപ്പോഴും അവരറിയാതെ തന്നെ അവരൊരു കെയർ ഗിവറിൻ്റെ റോളാണ് ഏറ്റെടുക്കുന്നത്. അവർക്ക് തോന്നുക അവരെല്ലാം ചെയ്താൽ മാത്രമേ ശരിയായിട്ട് എല്ലാം നടക്കുകയുള്ളൂ എന്നിങ്ങനെ തോന്നിയിട്ട് അവർക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ദി അതർ പാർട്ട്ണറിനും എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ പറ്റും, സ്വന്തം കാര്യം നോക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ അത് കാരണമൊക്കെ ഈ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊരു മേജർ ഇഷ്യൂ ആണ്. ഈ അൺറിസോൾവ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു ഇമോഷണൽ ബേർഡൻ ഉണ്ടല്ലോ ഇവരുടെ ഉള്ളിൽ കുഞ്ഞുനാൾ തൊട്ടേ, അതിനവർ പ്രോപ്പർലി അഡ്രസ്സ് ചെയ്യാനോ പ്രോസസ്സ് ചെയ്യാനോ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യാനോ ഒക്കെ ശ്രമിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മുതിർന്ന ഒരു അഡൾട്ട്ഹുഡിൽ അവർക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇത് ചിലപ്പോൾ ആങ്സൈറ്റി ആയിട്ടോ ഡിപ്രഷനായിട്ടോ ഒരു ഫീലിംഗ് ഓഫ് എംപ്റ്റിനെസ് തോന്നാനോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്ന രൂപത്തിൽ ഇത് പിന്നീട് പുറത്തേക്ക് വരാനോ മാനിഫെസ്റ്റ് ചെയ്യപ്പെടാനോ ഉള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും എങ്ങനെ ഹീൽ ചെയ്യാം എന്നത് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പാണ് നിങ്ങളുടെ എക്സ്പീരിയൻസിനെ നിങ്ങൾ തന്നെ ഒന്ന് എക്നോളജ് ചെയ്യുക. അതിനായിട്ട് നിങ്ങൾ അറിയാൻ ശ്രമിക്കുക, ചിന്തിക്കുക. ലൈക്ക് നിങ്ങളുടെ ഫാമിലിയിൽ എന്ത് റോളാണ് പ്ലേ ചെയ്തിരുന്നത്, അത് കാരണം നിങ്ങൾക്ക് എന്താണ് ഫീലായിരുന്നത് ആൻഡ് ഇപ്പം എന്താണ് ഫീലാവുന്നത് എന്നൊക്കെ നിങ്ങൾ തന്നെ മനസ്സിലാക്കി നിങ്ങളുടെ ഈ ഫീലിങ്സിനൊക്കെ ഒന്ന് വാലിഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത നിങ്ങൾ ചെയ്യേണ്ട ഒരു മേജറായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഒരു തെറപ്പിസ്റ്റിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്ന് പറയുന്നത്. കാരണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, ഗൈഡ് ചെയ്യും ആ പേഴ്സൺ നിങ്ങളുടെ ഹോൾ എക്സ്പീരിയൻസിനെ എക്സ്പ്ലോർ ചെയ്യാൻ, നിങ്ങൾക്ക് കൂടുതൽ ഡീപ്പറായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കി തരാൻ ആൻഡ് ഇപ്പം നിങ്ങൾ എങ്ങനെയാണ് കറൻറ്റായിട്ട് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസിനെ എങ്ങനെ ഫേസ് ചെയ്യണം ആൻഡ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ആൻഡ് എങ്ങനെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം, നിങ്ങളുടെ നീഡ്സിനെ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണം ആൻഡ് നിങ്ങളുമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ കണക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാൻ ഒരു തെറപ്പിസ്റ്റിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പഠിക്കുക. നിങ്ങളുടെ നീഡ്സിനെയും നിങ്ങളുടെ ഡിസയേഴ്സിനെയും വേറെ ഉള്ളവരെക്കാട്ടും മുന്നിൽ വയ്ക്കുക. ഇതൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നല്ല, പക്ഷെ നമ്മൾ സ്മോൾ സ്റ്റെപ്സ് എടുത്ത് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നോ പറയേണ്ടടുത്ത് നോ പറയാൻ പഠിക്കുക. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം എന്തിഷ്ടമല്ല എന്ന് നിങ്ങൾ തന്നെ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനത്തെ ചെറിയ സ്റ്റെപ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ്, നിങ്ങൾക്ക് കുട്ടിക്കാലത്ത് ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കുക. അത് നിങ്ങളുടെ ആ ചൈൽഡ്ഹുഡിനെ റീക്ലെയിം ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യിപ്പിക്കാം, നിങ്ങളെ കെയർ ഫ്രീ ആക്കാം, നിങ്ങൾക്ക് സന്തോഷം തരാം, സമാധാനം തരാനൊക്കെ സഹായിക്കും. നമ്മളുടെ ചുറ്റിനും ഒരുപാട് പേര് ഈ പേരൻറ്റിഫിക്കേഷൻ കാരണമുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും സൈലൻ്റ് ആയിട്ട് തന്നെ ഫേസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവരറിയേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളെ ഗൈഡ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ആയിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർ ഉണ്ട്. അവരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് സീക്ക് ചെയ്യാവുന്നതാണ് ആൻഡ് നിങ്ങൾക്ക് പ്രോപ്പർലി ഹീൽ ചെയ്യാൻ പറ്റും. ഈ ഒരു ഹോൾ പ്രോസസ്സിൽ നിന്നും ഈ ഇമോഷണൽ ബേർഡനിൽ നിന്നും ഒക്കെ ഹീലായി ഒരു സെക്യൂർ ആൻഡ് ഹെൽത്തി ലൈഫ് നിങ്ങൾക്ക് ലീഡ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ വീഡിയോ പോലെ എൻ്റെ എല്ലാ വീഡിയോസും കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ആൻഡ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ചെയ്യാൻ പോകുന്നവർക്കും എല്ലാവർക്കും നന്ദി. എന്നെ ഇതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇനിയും ഇതുപോലത്തെ നല്ല കോണ്ടൻറ്റുമായിട്ട് വരുന്നതായിരിക്കും. സോ ബൈ, ടേക്ക് കെയർ.